ഇപ്പോൾ മനു കൂടി ചേരുകയാണ് പാലക്കാട് നിന്ന്. മനു, ഇന്ന് രമേശ് ചെന്നിത്തലയുടെ ആ വാർത്താ സമ്മേളനം എന്ന് പറയാൻ പറ്റില്ല, മാധ്യമങ്ങളെ കാണുന്നത് അലങ്കോലപ്പെടുത്താൻ എന്തുമാത്രം വലിയ പരിശ്രമം അവിടെ നടന്നു എന്നുള്ളതാണ്. അവസാനം രമേശ് ചെന്നിത്തല ആകെ വിഷമിച്ച് അദ്ദേഹത്തിൻ്റെ മുഖഭാവം കാണുമ്പോൾ അറിയാം. അദ്ദേഹം പല പ്രാവശ്യം പറയുന്നു, നിങ്ങളൊന്നും മിണ്ടാതിരിക്കൂ, ഞാനൊന്ന് പറഞ്ഞോട്ടെ. പക്ഷേ അവർ എന്തൊരു ബഹളമാണ്. ഇന്ന് കോൺഗ്രസിലെ മുതിർന്ന നേതാക്കളുടെ അവസ്ഥ അതാണ്. ശരിക്കും അവർക്കൊന്നും പറയാൻ കഴിയുന്നില്ല. ഈ ഷാഫി പറമ്പിലും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെയും അനുയായികൾ വല്ലാത്ത ഉപദ്രവമാണ് ഇവർക്ക് ചെയ്യുന്നത്. മനു. അല്ല, തീർച്ചയായും അത് ആ രീതിയിൽ തന്നെയാണ്. ഇപ്പോൾ ചെന്നിത്തല നേരത്തെ മാധ്യമങ്ങളുടെ മുന്നിൽ വന്നപ്പോൾ ഉണ്ടായ സംഭവങ്ങളൊക്കെ നമ്മൾ കണ്ടതാണല്ലോ ഷമി. വലിയ മാധ്യമപ്രവർത്തകർക്ക് നേരെ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ അതിനെ കയ്യൂക്ക് കൊണ്ട് നേരിടുന്നതാണ് നമുക്ക് അവിടെ കാണാൻ കഴിയുന്നത്. ഇപ്പോൾ ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നമെന്ന് പറയുന്നത് ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയം ഇത്രയും കത്തിയതോടെ, ഇത്രയും പ്രശ്നമായതോടെ കോൺഗ്രസിനുള്ളിൽ തന്നെ മുറുമുറുപ്പുകൾ ഉയരുന്നുണ്ട് എന്നതാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്. അതായത് ഇത് ഷാഫി പറമ്പിൽ വരുത്തി വച്ചതാണ്, ഷാഫി പറമ്പിലിൻ്റെ രാഹുലിനോടുള്ള താല്പര്യം വരുത്തി വച്ചതാണ് ഇപ്പോൾ പാർട്ടി നേരിടുന്ന പ്രതിസന്ധി എന്ന നിലയിലേക്ക് കോൺഗ്രസിനുള്ളിൽ മുറുമുറുപ്പുകൾ ഉയരുന്നുണ്ട്. പക്ഷേ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അത് പരസ്യമായി തുറന്നു പറയാനോ അത് ഷാഫിയോട് ചോദിക്കാനോ ഉള്ള ധൈര്യമോ തൻ്റെ ഇടമോ കോൺഗ്രസ് നേതൃത്വത്തിന് നിലവിലില്ല എന്നതാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. അത് മറ്റൊന്നുമല്ല, നമുക്കറിയാം അതിഭയങ്കരമായ സൈബർ ആക്രമണം നേരിടേണ്ടി വരും എന്നത് ഉറപ്പാണ്. അതുകൊണ്ട് തന്നെ ആ വിഷയം സജീവമായി ഷാഫിയുടെ മുൻപിൽ അവതരിപ്പിക്കാൻ ഇവിടെയുള്ള നേതാക്കൾക്കോ നേതൃത്വത്തിനോ തൻ്റെ ഇടമില്ല, ധൈര്യമില്ല. നമ്മൾ അനൗദ്യോഗികമായി ഇവിടുത്തെ കോൺഗ്രസ് നേതാക്കളോടൊക്കെ, പ്രാദേശികമായ നേതാക്കളോടൊക്കെ ഇന്ന് രാവിലെയൊക്കെ ഞാൻ സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞൊരു കാര്യമുണ്ട്. ഇപ്പോൾ വീടുകളിലേക്ക് എത്തുമ്പോൾ ഏറ്റവും പ്രധാനമായും അവർ നേരിടുന്ന ഒരു പ്രധാനപ്പെട്ട ചോദ്യം എന്ന് പറയുന്നത്, ഈ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് വീടുകളിലേക്ക് പോകുമ്പോൾ അവർ ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് മറുപടിയില്ലാതെ നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. അതെങ്ങനെ കൈകാര്യം ചെയ്യുമെന്ന വലിയ പ്രശ്നം അവരുടെ മുന്നിൽ നിൽക്കുകയാണ്. ഇത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, 2 ദിവസം മുൻപ് വരെ ഈ പെൺകുട്ടി പരാതി കൊടുക്കുന്ന ആ മണിക്കൂറുകൾക്ക് മുൻപ് വരെ ഇവിടെ സജീവമായി കോൺഗ്രസ് സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി രാഹുൽ മാങ്കൂട്ടത്തിൽ ഉണ്ടായിരുന്നു. ഇത്രയും ക്രിമിനലായി ഇപ്പോൾ ഇന്ന് രാവിലെ പുറത്തു വന്ന വിവരങ്ങളുണ്ടല്ലോ. നേരത്തെ തന്നെ രാഹുൽ മാങ്കൂട്ടം പാലക്കാട് മത്സരിക്കുന്നതിന് മുൻപ് തന്നെ പരാതികൾ ലഭിച്ചിരുന്നു എന്ന കാര്യമൊക്കെ. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ അറിവുണ്ടായിരുന്നിട്ടും ഇത്രയും ക്രിമിനലായ ഒരാളെ ഇങ്ങോട്ടേക്ക് മത്സരിപ്പിച്ചു. അത് ഷാഫിയുടെ ഒരൊറ്റ പിടിവാശിയുടെ പുറത്താണ് ആ മത്സരമുണ്ടായത്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇവിടെ ചർച്ചയാവുകയാണ്. ഷാഫി പറമ്പിലിൻ്റെ അടുപ്പവും ഷാഫി പറമ്പിൽ വരുത്തി വെച്ച ഒരു പ്രശ്നമാണ് എന്ന വിലയിരുത്തലിൽ തന്നെയാണുള്ളത്. പക്ഷേ അത് പരസ്യമായി സംസാരിക്കാനോ ആ രീതിയിൽ ചോദ്യം ചെയ്യാനോ ഉള്ള ധൈര്യമോ തൻ്റെ ഇടമോ നിലവിൽ നേതൃത്വത്തിന് ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും. വല്ലാത്തൊരു നിസ്സഹായാവസ്ഥയിലാണ് ഇവിടുത്തെ DCC പ്രസിഡന്റൊക്കെ ഉള്ളത്. കാരണം ഒന്നാമതേ ഇവിടുത്തെ DCC പ്രസിഡന്റ് പറഞ്ഞാൽ ആ പാർട്ടിയിൽപ്പെട്ട ആരും അത് വകവയ്ക്കാത്തൊരു സാഹചര്യം കൂടിയുണ്ട്. അപ്പോൾ ആ രീതിയിൽ പോവുകയാണ്. ഏതായാലും വലിയ പ്രതിസന്ധിയാണ് എന്ന് നിസ്സംശയം നമുക്ക് പറയേണ്ടി വരും. ഇനിയിപ്പോൾ മുൻകൂർ ജാമ്യ ഹർജിയിൽ ഒരു തീരുമാനം കൂടി വരണമല്ലോ. അത് വരുമ്പോൾ ഇപ്പോൾ മുൻകൂർ ജാമ്യ ഹർജി തള്ളുകയാണെങ്കിൽ അതുണ്ടാക്കാൻ പോകുന്ന ആഘാതം ഇവിടെ ചെറുതായിരിക്കില്ല. നിലവിൽ വീടുകളിൽ കയറി വോട്ട് ചോദിക്കാൻ പോലും കഴിയാത്തൊരവസ്ഥയിലേക്ക് പാലക്കാട്ടെ കോൺഗ്രസ് പ്രവർത്തകർ എത്തി നിൽക്കുന്നു എന്നതാണ്, അത്രമാത്രം അപമാനം നേരിട്ട് നിൽക്കുന്നു എന്നതാണ്. അതിൻ്റെ കാരണക്കാരൻ ഷാഫി പറമ്പിൽ ആണ് എന്ന ഒരു വികാരമുണ്ട്. കാരണം നമുക്കറിയാമല്ലോ, ഇപ്പോൾ നിർഭനൊക്കെ എത്രയോ വട്ടം നമ്മൾ ആ വാർത്ത പറഞ്ഞതാണ്. കെ മുരളീധരനെ മത്സരിപ്പിക്കാനൊക്കെ ആയിരുന്നു ഇവിടെ DCCക്ക് ആഗ്രഹമുണ്ടായിരുന്നത്. പക്ഷേ അതിനെ മറികടന്നുകൊണ്ട് ഷാഫി പറമ്പിൽ ഒരു ഒറ്റ പിടിവാശിയുടെ പുറത്ത് അന്ന് VD സതീശനും ഒപ്പം ഉണ്ടായിരുന്നു. രണ്ടുപേരും ചേർന്ന് രാഹുൽ മാങ്കൂട്ടത്തിനെ ഇവിടെ കെട്ടിയിറക്കുന്നു. പിന്നീട് നടന്നൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. എന്നാൽ ഇപ്പോൾ ഷാഫി പറമ്പിൽ പറയുന്നത് എന്താണ്, എൻ്റെ അടുപ്പം ഇതിൽ ഒരു പ്രശ്നമാകുന്നതേയില്ല, പാർട്ടി എന്ത് നിലപാട് സ്വീകരിച്ചാലും അതിനൊപ്പം നിൽക്കുമെന്നാണ്. പക്ഷേ അങ്ങനെ പറയുമ്പോൾ പോലും രാഹുൽ മാങ്കൂട്ടം ചെയ്തത് തെറ്റാണെന്നോ അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടം തിരുത്തണമെന്നോ ഒരു വാക്ക് പോലും പറയാൻ ഷാഫി പറമ്പിൽ തയ്യാറായിട്ടില്ല എന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം കൂടി ഇവിടെ നിൽക്കുകയാണ്. നിലവിൽ നമുക്കറിയാൻ കഴിയുന്നത് ഈ രാഹുൽ മാങ്കൂട്ടം തമിഴ്നാട്ടിലുണ്ട് എന്ന രീതിയിലുള്ള വിവരങ്ങളൊക്കെയാണ് ഇപ്പോൾ പുറത്തേക്ക് വന്നിരിക്കുന്നത്. അത് ബാംഗ്ലൂരിൻ്റെ അതിർത്തിയിലാണ് എന്ന ഒരു വിവരം കേൾക്കുന്നു. പക്ഷേ അതേസമയം തന്നെ പൊള്ളാച്ചി ഭാഗത്തുണ്ട് എന്ന സ്ഥിരീകരിക്കാത്ത വിവരങ്ങളുമൊക്കെ ഇങ്ങനെ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അതിലൊരു വ്യക്തത നമുക്ക് ഈ നിമിഷം വരെ വന്നിട്ടില്ല. പക്ഷേ അന്വേഷണം ആ രീതിയിൽ തന്നെ മുന്നോട്ട് പോകുന്നു. ഏതായാലും ഇത് ഉണ്ടാക്കിയിരിക്കുന്ന പ്രതിസന്ധി ചെറുതല്ല, അത് ഉറപ്പായിട്ടും കോൺഗ്രസ്സുകാർ വല്ലാതെ ബാധിച്ചിട്ടുണ്ട് ഇവിടെ എന്ന കാര്യത്തിൽ സംശയമില്ല. അവരുടെ ഒരു തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനുള്ള ആത്മവിശ്വാസം അപ്പാടെ ഇല്ലാതായി പോകുന്നൊരു സാഹചര്യമാണ് നിലവിലുണ്ടായിരിക്കുന്നത്. അതിൻ്റെ പേരിലാണ് പാർട്ടിക്കുള്ളിൽ ഷാഫിക്കെതിരെ മുറുമുറുപ്പുകൾ വരുന്നത്. പക്ഷേ അത് പരസ്യമായി തുറന്നു പറയാനുള്ള ധൈര്യമോ അല്ലെങ്കിൽ അതിനുള്ളൊരു തൻ്റെ ഇടം നിലവിൽ ഇവിടുത്തെ നേതൃത്വത്തിനില്ല എന്ന് പറയേണ്ടി വരും. മനു, ഈ VK ശ്രീകണ്ഠൻ MP യൊക്കെ കാണാൻ കഴിഞ്ഞിരുന്നോ? VK ശ്രീകണ്ഠൻ MP യൊക്കെ വലിയ തോതിൽ ഇദ്ദേഹത്തിന് വേണ്ടി, രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി ഇറങ്ങിയിരുന്നു. അതുപോലെ തന്നെ DCC അധ്യക്ഷൻ തങ്കപ്പൻ അടക്കമുള്ളവർ. ഒരുപക്ഷെ ഷാഫി പറമ്പിലിനെ ഭയന്ന് ഇവർ
ഈ രീതിയിൽ ഒരു നിലപാട് സ്വീകരിച്ചു എന്നതായിരിക്കും അതിൻ്റെ യാഥാർത്ഥ്യം. ഇപ്പം ഇന്ന് തന്നെ കണ്ടില്ലേ, ഇവർ അടങ്ങിയിട്ടുമില്ല, അവർ പിന്തിരിഞ്ഞിട്ടുമില്ല. രമേശ് ചെന്നിത്തലയ്ക്ക് സംസാരിക്കാൻ കഴിയുന്നില്ല മനു. അദ്ദേഹം പകുതിക്ക് നിർത്തിയിട്ട് പോകേണ്ടി വരികയാണ്. ഒരു 5 മിനിറ്റ് സംസാരിക്കുമ്പോൾ അത്രയും വലിയ ശബ്ദം അദ്ദേഹത്തിന് ചുറ്റും നിന്ന് ഉണ്ടാക്കുകയാണ് ഈ രണ്ടുപേരുടെയും അനുയായികൾ. അപ്പോൾ അവർ നിർത്തിയിട്ടൊന്നുമില്ല. ഇതൊരു പെയ്ഡ് ടീമാണ്. അത് കോൺഗ്രസിൻ്റെ വേഷമിട്ട് ഇറങ്ങിയിരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇവരുടെ നിയന്ത്രണത്തിലാണ് ഈ കോൺഗ്രസ് പൂർണ്ണമായിട്ടും. അത് നമ്മൾക്ക് വളരെ വളരെ വ്യക്തമാണ്. മുതിർന്ന നേതാക്കൾക്കൊന്നും ശബ്ദിക്കാൻ കഴിയുന്നില്ല. അപ്പോഴേ ആക്ഷേപിക്കുകയാണ്, കുടുംബത്തെക്കുറിച്ച് വേണ്ടാതീനം പറയുകയാണ്, പലതും പുറത്തുവിടുമെന്ന് ഭീഷണിപ്പെടുത്തുകയാണ്. ഈ തെമ്മാടിക്കൂട്ടത്തിൻ്റെ കയ്യിലാണ് ഇന്ന് കോൺഗ്രസ്. മനു, അല്ല, അത് നമ്മൾ ഓരോ ദിവസവും കണ്ടുകൊണ്ടിരിക്കുന്നതല്ലേ. ഇപ്പോൾ മുതിർന്ന നേതാക്കൾ ഈ പരാതി നൽകിയ അതിജീവിതയായ പെൺകുട്ടിയുടെ അവസ്ഥ എന്താണ്, ആ പെൺകുട്ടിയുടെ ചിത്രമടക്കം പങ്കുവച്ചുകൊണ്ട് മുന്നിട്ടിറങ്ങിയതാരാണ്, KPCC ജനറൽ സെക്രട്ടറി അടക്കമുള്ളവർ അതിൻ്റെ ഭാഗമായിട്ട് വരുന്നത് നമ്മൾ കണ്ടതല്ലേ. അപ്പോൾ ആ സൈബർ വെട്ടുകിളിക്കൂട്ടത്തിൻ്റെ ആക്രമണം ഒരു പതിവ് കഥയാണ്. അതിൽ അത്ഭുതപ്പെടാനൊന്നുമില്ല. അത് മുതിർന്ന നേതാക്കൾക്ക് പോലും അതിൻ്റെ ആക്രമണങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്നപ്പോഴാണ് അവർ അതിൻ്റെ ഒരു അവസ്ഥ തിരിച്ചറിയുന്നത്. VD സതീശൻ ഇത് തിരിച്ചറിയുന്നത് എപ്പോഴാണ്? ഒരു അർത്ഥത്തിൽ പറഞ്ഞാൽ വിതച്ചത് കൊയ്യുകയാണ് കോൺഗ്രസ് എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. പണ്ട് ഓർമ്മയുണ്ടാകുമല്ലോ, VM സുധീരനാണ് പരസ്യമായിട്ട്, മുല്ലപ്പള്ളിയും VM സുധീരനുമാണ് ഈ സൈബർ വെട്ടുകിളിക്കൂട്ടത്തിൻ്റെ ആക്രമണത്തെക്കുറിച്ച് കോൺഗ്രസിനുള്ളിൽ ആദ്യം പറയുകയുണ്ടായത്. അന്ന് ഈ പറയുന്ന നേതാക്കളെല്ലാം അതിനെ ഈ സൈബർ ആക്രമണത്തെ അനുകൂലിക്കുന്ന ഒരു സമീപനമായിരുന്നു. പക്ഷേ ഇപ്പോൾ സ്വന്തം നേർക്ക് വന്നപ്പോഴാണ് ഈ തങ്ങൾ വളർത്തി വലുതാക്കിയ ഈ വെട്ടുകിളിക്കൂട്ടം എത്രമാത്രം അപകടകാരികളാണ് എന്ന് അവർക്ക് മനസ്സിലായത്. അത് ആ പാർട്ടിയെ പൂർണ്ണമായി ഹൈജാക്ക് ചെയ്യുന്നു എന്ന വിമർശനം ഇപ്പോൾ ഇങ്ങനെ പതിവായി നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്, ഇവിടെ രാഹുൽ മാങ്കൂട്ടത്തിനോ അല്ലെങ്കിൽ ഷാഫി പറമ്പലിനെതിരെയോ ഒരു വിമർശനം പോലും ആർക്കും പറയാൻ കഴിയില്ല എന്നതാണ്. അങ്ങനെ ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ രൂക്ഷമായ വിമർശനം അവർക്ക് കേൾക്കേണ്ടി വരികയാണ്. ഇപ്പോൾ സജന സജീവൻ എന്ന് പറയുന്ന അത് തന്നെയാണ് ഇന്ന് രമേശ് ചെന്നിത്തലയുടെ ആ ഒരു ദയനീയമായ മുഖഭാവം ഒന്ന് കാണേണ്ടത് തന്നെയായിരുന്നു. സത്യം പറഞ്ഞാൽ വിഷമം തോന്നും. ഇത്രയും മുതിർന്ന ഒരു നേതാവ് സംസാരിക്കാൻ അനുവദിക്കാതെ ഒരു സംഘം കാണിക്കുന്ന ആ ഒരു കയ്യൂക്കിൻ്റെ ഭാഷ. നിങ്ങൾ സംസാരിക്കണ്ട, നിങ്ങൾ രാഹുൽ മങ്കൂട്ടത്തിനെതിരെ സംസാരിക്കേണ്ട, ഷാഫി പറമ്പിലിനെതിരെ സംസാരിക്കേണ്ട. അവസാനം രമേശ് ചെന്നിത്തലയ്ക്ക് സംസാരം പൂർത്തിയാക്കാതെ മടങ്ങേണ്ടി വന്നു. മാധ്യമപ്രവർത്തകരെ കയ്യേറ്റം ചെയ്ത് അവരുടെ ചോദ്യങ്ങൾ ഇല്ലാതാക്കാനുള്ള ശ്രമം. ഇവരടങ്ങിയിട്ടില്ല, ഇവരങ്ങനെ അടങ്ങുകയുമില്ല. കോൺഗ്രസ് ആ കാര്യം തിരിച്ചറിഞ്ഞാൽ എന്തായാലും നന്നായിരിക്കും.